മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന പാഠത്തിലെ 4ാമത്തെ ക്ലാസ് ആണ്. ആ പാഠം 4 ഭാഗങ്ങളായിട്ടാണുള്ളത്. അതിൽ 2ാമത്തെ ഭാഗമാണ് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി. ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിയിൽ 5 ചോദ്യങ്ങളാണുള്ളത്. 7ാം നമ്പർ ചോദ്യത്തിലെ എ, ബി, സി, ഡി, ഇ സെക്ഷൻ ചോദ്യങ്ങളാണ്. അതിൽ എയും ബിയും സിയുമാണ് നമ്മൾ ചെയ്തിരുന്നത്. ഈ ക്ലാസ്സിൽ ചോദ്യം ഡിയും ഇയും എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കുക. ചോദ്യം നമ്പർ ഇ ഇതാണ്. ചോദ്യം എഴുതിയെടുക്കുക. ഒരു റെഗുലർ ഹെക്സഗൺ അതിന്റെ ആൾട്ടർനേറ്റ് വെർട്ടീസസ് ജോയിൻ ചെയ്ത് ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. Shaded part is an equilateral triangle got by joining the alternate vertices of a regular hexagon. We want to find out the probability of a dot when we put in this regular hexagon. The probability of the dot is on the equilateral triangle. When we put a dot without looking into regular hexagon, what is the probability of the dot is on the equilateral triangle. First we want to find out the area of the regular hexagon, then area of the equilateral triangle. Let A be one side of the regular hexagon. The area of the regular hexagon will be area of the hexagon will be 6 into root 3 by 4 a square. In this figure, we know that the area of the equilateral triangle is half the area of the regular hexagon. Therefore, area of the equilateral triangle is is 1 by 2 into 6 root 3 by 4 a square. That is equal to 3 into root 3 by 4 a square. Area of regular hexagon will be 6 into root 3 by 4 a square. Equilateral triangle is 3 into root 3 by 4 a square. Therefore, the probability of the dot is on the equilateral triangle. Three into root 3 by 4 a square divided by 6 into root 3 by 4 a square. Root 3 by 4 a square root 3 by 4 a square cut out. Then 3 by 6 is equal to 1 by 2 is the probability. Okay. പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. വളരെ നന്നായി പ്രാക്ടീസ് ചെയ്യും. ഓക്കെ മക്കളെ, നമുക്ക് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന ഭാഗത്തെ അവസാനത്തെ കണക്കിലേക്ക് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഇയിലേക്ക് പോകാം. ഇവിടെ 2 ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഓവർലാപ്പ് ചെയ്യുമ്പോൾ
നടുക്ക് ഉണ്ടാകുന്ന റെഗുലർ ഹെക്സഗൺ. നടുക്ക് ഉണ്ടാകുന്ന ഈ ഫിഗർ ഒരു റെഗുലർ ഹെക്സഗൺ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. എല്ലാ ഭാഗവും ഒരേ അളവുള്ള ഒരു റെഗുലർ ഹെക്സഗൺ ആണ്. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഡഡ് പാർട്ട് ഈസ് എ റെഗുലർ ഹെക്സഗൺ ഫോംഡ് ബൈ two overlapping equilateral triangles. We have to find out the probability of the dot is on the regular hexagon. Then we put the dot into this figure. ഇവിടെ നമുക്ക് ആദ്യം ഫിഗറിന്റെ ഏരിയ കണ്ടെത്തണം, റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ കണ്ടെത്തണം. നോക്കുക, ഇതിനെ ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്താൽ ഈ ഒരു ട്രയാങ്കിൾ പോലെ തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇവിടെ നോക്കുക, ആകെ എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്ന് നോക്കുക. അകത്തുള്ള പാർട്ടിൽ 1, 2, 3, 4 ഓരോ പാർട്ടിലും നോക്കുക 1, 2, 1, 2, 3, 4, 5, 6, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഈ ഫിഗർ 12 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. 12 ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഷെയ്ഡഡ് പാർട്ട് 6 ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതായത് ഈ 12 ട്രയാങ്കിൾസിൽ 6 ഷെയ്ഡ് ചെയ്ത ഭാഗത്താണ്, 6 പുറത്താണ്. അപ്പോൾ ഡോട്ടിന്റെ അകത്ത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പോൾ ടോട്ടൽ ഫിഗറിന്റെ ഏരിയ ടോട്ടൽ ഫിഗറിന്റെ ഏരിയ 12 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസിന്റെ ഏരിയ. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ A² ആണെന്ന് സപ്പോസ് ചെയ്താൽ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ A² ആണ് സപ്പോസ് ചെയ്താൽ ടോട്ടൽ ഏരിയ 12A² എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഷെയ്ഡഡ് പാർട്ടിനകത്ത് 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഏരിയ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ A² ആണെന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് 6 ട്രയാങ്കിളിന്റേത് 6A². Therefore hexagon is equal to 6A² divided by 12A². A². 6A² ഉം A² കട്ടാവും. 6 by 12. That is equal to 1 by 2. 1 by 2 is the probability of the dot is on the hexagon. Okay? Geometrical probability എന്ന ഭാഗത്ത് നമ്മളൊരു ടെക്സ്റ്റിൽ സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന 5 ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത
പെയേഴ്സിന്റെ പ്രോബബിലിറ്റി എന്ന ഭാഗമാണ് അടുത്തത്. പെയേഴ്സിന്റെ പ്രോബബിലിറ്റിയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി എന്ന പാഠം കഴിയും. പ്രോബബിലിറ്റി എന്ന പാഠം കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റിയുടെ ഒരു എക്സാം ചെയ്യേണ്ടതുണ്ട്. പ്രോബബിലിറ്റിയുടെ ഒരു എക്സാം ഇനി എല്ലാ ആഴ്ചകളിലും നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ എഴുതണം എന്ന വിവരം പേരൻസിന് വേണ്ടി ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയി തരുന്നുണ്ട്. അത് കുട്ടികളും പേരൻസും നന്നായി മനസ്സിലാക്കണം. പ്രോബബിലിറ്റിയുടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിന്റെ 4th ക്ലാസ് വൈൻഡ് ചെയ്യുകയാണ്. താങ്ക് യു.